ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടിരിക്കുന്നൊരു പഫ് സ്ലീവിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അതുകൊണ്ട് ഇതേപോലെ മുകളിൽ കുറച്ച് പഫായിട്ട് വന്നിട്ടുള്ളൊരു സ്ലീവാണിത്. വളരെ എളുപ്പത്തിലും ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഓരോ സ്റ്റെപ്പും അതിൻ്റെ അളവുകളും എല്ലാം കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു പീസ് തുണി എടുത്തിട്ടുണ്ട്. നമ്മൾക്ക് ഒരു സ്ലീവിലാണ് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ 2 പീസ് ഇതേപോലെ എടുത്തു വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഞാനിപ്പോൾ ഒരെണ്ണത്തിൻ്റെ മാത്രമേ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുള്ളൂ. അതിൻ്റെ നീളം ഞാൻ ഏകദേശം ഒരു 14 ഇഞ്ചോളൊക്കെ എടുത്തിട്ടുണ്ട്. 15 ഇഞ്ച് എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ വീതി അതിനൊരു 19 ഇഞ്ചിലുള്ളൊരു തുണിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് കൂട്ട് 2 പീസ് വേണം കേട്ടോ. നമുക്ക് കൈ തയ്ക്കാനായിട്ട് ഇത് ഞാൻ ഒറ്റ ഒരെണ്ണത്തിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 2 കൈയിലേക്കും ഇടുന്ന സ്ലീവാണ് നമുക്ക് ആവശ്യമുള്ളത് കേട്ടോ. അപ്പോൾ 2 പീസ് എടുത്ത് വയ്ക്കുക. ഇത് ചീത്തവശമാണ്, ഇത് അതിൻ്റെ നല്ല വശമാണ് കേട്ടോ. നമ്മൾ ചീത്തവശത്താണ് മാർക്കിങ്ങുകളെല്ലാം ചെയ്യുന്നത്. ഇത് ഫോൾഡഡ് സൈഡും ഇത് ഓപ്പൺ ആയിട്ടുള്ള സൈഡും. ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന സൈഡ് നമ്മുടെ വശത്തേക്ക് വരുന്ന രീതിയിലൊന്ന് മടക്കിയിടുക. നമുക്ക് ഈ താഴ്ഭാഗം ഒരു പൊടിക്കൊന്ന് വരച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് നമുക്കൊന്ന് സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു പീസായിട്ട് എടുക്കുക. ഇതിപ്പോൾ ഇച്ചിരി കയറി ഇറങ്ങിയൊക്കെ ആയിരിക്കുന്നത്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിരിക്കുന്നതുകൊണ്ട് ഇങ്ങനെ കയറി ഇറങ്ങി ഇരിപ്പില്ലെങ്കിൽ ഒന്നും ചെയ്യേണ്ട കേട്ടോ. അപ്പോൾ സ്ലീവിൻ്റെ ഇറക്കം നമുക്ക് ആവശ്യമുള്ള 10 ഇഞ്ചാണ്. അതിൻ്റെ കൂട്ടത്തിൽ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൂട്ടിയിട്ട് 11.5 ഇഞ്ചിലാണ് ഞാനിവിടെ നിന്ന് മാർക്ക് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? നമുക്ക് എത്രയാണോ ഇറക്കം വേണ്ടത് അതിൻ്റെ കൂടെ 1.5 ഇഞ്ചും കൂടെ കൂട്ടുക കേട്ടോ. ഇങ്ങോട്ടേക്കൊരു 3 ഇഞ്ചും ഇങ്ങോട്ടേക്കൊരു 3.5 ഇഞ്ചും നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. ആ ഒരു പോയിന്റിൽ നിന്ന് 3.5 ഇഞ്ച് താഴേക്കൊന്ന് മാർക്ക് ചെയ്യുക. മുകളിലേക്ക് ഒരു 3 ഇഞ്ചും മാർക്ക് ചെയ്യുക. മനസ്സിലായില്ലേ? ഇങ്ങോട്ടേക്ക് 3.5 ഇഞ്ച്, മുകളിലേക്ക് 3 ഇഞ്ച്. ഒരു ഡൗട്ടും ഇല്ലല്ലോ. ഈ ഒരു പോയിന്റ് കണ്ടോ, 3.5 മാർക്ക് ചെയ്ത പോയിന്റ് നമുക്ക് എത്രയാണോ നമ്മുടെ കൈക്കുഴി, നമ്മുടെ ആം റൗണ്ട് നമ്മൾ റൗണ്ട് എടുത്തിരിക്കുന്നത് എത്രയാണോ 16 ആണെങ്കിൽ അതിൻ്റെ പകുതി എടുക്കുക. 8 ഇഞ്ച്, അതിൽ നിന്നൊരു 1/2 ഇഞ്ച് കുറച്ചിട്ട് 7.5 ഇഞ്ചിൽ നമ്മൾ ആ 3.5 മാർക്ക് ചെയ്ത് കൊടുത്തൊന്ന് മാർക്ക് ചെയ്യാം. മനസ്സിലായില്ലേ? 3.5 മാർക്ക് ചെയ്ത് കൊടുത്തെന്നാണ് നമ്മൾ ആ 7.5 മാർക്ക് ചെയ്തിരിക്കുന്നത്. അവിടെ നമുക്കൊരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ഇടാം. ഇപ്പോൾ ഇതേപോലെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റിലേക്ക് നമുക്കൊരു കർവ് ഷേപ്പ് വരച്ചു കൊടുക്കാം. മനസ്സിലായില്ലേ? നമ്മൾ ഇറക്കം എടുത്ത പോയിന്റിൽ നിന്നാണ് നമ്മൾ ഇതേപോലെ ഒരു ഷേപ്പ് വരച്ചെടുക്കുന്നത്. ഇനി നമുക്ക് താഴ്ഭാഗത്ത് നമ്മുടെ കൈയുടെ വണ്ണം എത്രയാണോ അതിൻ്റെ പകുതി ഒന്ന് മാർക്ക് ചെയ്യാം. 10 ഇഞ്ചാണ് നമ്മുടെ കൈയുടെ വണ്ണമെങ്കിൽ 5 ഇഞ്ചിൽ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്യുക. നമ്മുടെ കൈയുടെ വണ്ണം എത്രയാണോ അതിൻ്റെ പകുതി കേട്ടോ. മനസ്സിലായില്ലേ? അപ്പം 1.5 ഇഞ്ചും കൂടെ നമുക്ക് തയ്യൽ തുമ്പും ഇടാം. ഇനി നമുക്ക് ഈ ഒരു പോയിന്റും കൂടെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഇതേപോലെ ഒരു ലൈൻ വരച്ചു. ഇപ്പം കണ്ടില്ല, നമ്മുടെ ഒരു സാധാ സ്ലീവ് പോലെ നമുക്ക് കിട്ടിയിട്ടില്ല അതിൻ്റെ മാർക്കിങ്ങുകൾ. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഇറക്കം എടുത്തില്ലേ, അതിൻ്റെ അവിടെ നിന്ന് ഒരു 3.5 ഇഞ്ച് ഇതേപോലെ വെച്ചിട്ട് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. 3.5 ഇഞ്ചിൽ കേട്ടോ. ഈ ഒരു രീതിയിൽ വേണം ടേപ്പ് വയ്ക്കാനായിട്ട്. മനസ്സിലായില്ലേ? അവിടെ നിന്നൊരു 3.5 ഇഞ്ച് നമ്മൾ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തു. ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മളൊരു 2 ഇഞ്ച് മുകളിലേക്ക് നമ്മളൊരു 3 ഇഞ്ച് മാർക്ക് ചെയ്തില്ല, ആ പോയിന്റിൽ നിന്ന് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. 2 ഇഞ്ച് കണക്ട് ചെയ്ത് താഴേക്ക് ഇതേപോലെ ഒരു ഷേപ്പ് വരച്ചെടുക്കുക. അതാണ് നമ്മുടെ പഫ് വരുന്ന ഭാഗം കേട്ടോ. ഇതേപോലൊരു ഷേപ്പ് വരച്ചെടുക്കുക. ഈ ഒരു ഭാഗം ഒരു കുറച്ചും നീക്കിയിട്ടിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് കുഴിച്ച് വെട്ടിയെടുക്കാം. നമ്മുടെ ഫ്രണ്ട് ആം ഹോള് നമുക്ക് കുഴിച്ച് വെട്ടിയെടുക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു കുഴിച്ച് വെട്ടിയത് കാണിച്ചു തന്നിരിക്കും കേട്ടോ. 2 പീസിലും അല്ല, ഇതിൽ ഒരു ബാക്കിലേക്ക് ഒരു ഭാഗം പോകും, ഫ്രണ്ടിലേക്ക് ഒരു ഭാഗം പോകും. ആ ഫ്രണ്ടിലേക്ക് വരുന്ന ഭാഗമാണ് നമ്മൾ കുഴിച്ച് വെട്ടുന്നത് കേട്ടോ. അപ്പം മനസ്സിലായില്ലേ? ഇത്രയും നമുക്ക് ഇതേപോലെ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ സെൻറ്റർ അറിയാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഒരു പീസ് കുഴിച്ച് വെട്ടിക്കുന്നൊന്ന് വെട്ടാം. 2 പീസും വെട്ടരുത് കേട്ടോ, ഫ്രണ്ട് പീസ് മാത്രം ഒന്ന് വെട്ടിയെടുക്കാം. കണ്ടില്ലേ? ഇതേപോലെ ഒന്ന് വെട്ടിയെടുക്കുക. അപ്പോൾ നമ്മുടെ കട്ടിങ്ങുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ ഫ്രണ്ട് പീസ് കുഴിച്ച് വെട്ടിയത് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കട്ടിങ് കൂടെ കൊടുക്കാം. അല്ലെങ്കിൽ ബാക്കി ഏതാ ഫ്രണ്ട് ഏതാന്ന് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ മറന്നു പോകുമല്ലേ. നിവർത്തി ഇടുമ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പിലാണ് കിട്ടുന്നത്. ഈ ഒരു ഭാഗത്താണ് നമ്മൾ ഫ്ലീറ്റ്സ് ഇടുന്നത്. എങ്ങനെയാണ് ഫ്ലീറ്റ്സ് ഇട്ടെടുക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ആ മാർക്ക് ചെയ്ത് വെക്കാം. നമുക്ക് എവിടേക്കാണോ ഫ്ലീറ്റ്സ് ആവശ്യമുള്ളത് അതൊന്ന് മാർക്ക് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അതുകൊണ്ട് ഇവിടെ നിന്നിട്ട് ഇവിടം വരെയാണ് നമുക്ക് ഫ്ലീറ്റ്സ് ആവശ്യമുള്ളത്. അപ്പോൾ നമുക്ക് ചെറിയ ഫ്ലീറ്റ്സ് ആയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
ഇതേപോലെ ചെറിയ ഫ്ലീറ്റ്സ് കൊടുക്കുക കേട്ടോ. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. ബെൽ ബട്ടനെ ക്ലിക്ക് ചെയ്തിടുവാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നത്. കണ്ടിട്ട് ഇപ്പോൾ നമ്മൾ പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുത്ത് വരെ സ്റ്റിച്ച് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. പൊടിയായിട്ടുള്ള ഫ്ലീറ്റ്സും ഇട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റില്ല ചെറിയൊരു പഫ് വന്നിട്ടുണ്ട്. ഓവറായിട്ടുള്ളൊരു പഫല്ല, ചെറിയ രീതിയിലുള്ളൊരു പഫാണ്. നമുക്ക് ഇതിൻ്റെ താഴ്ഭാഗം ഒന്ന് മടക്കി അടിച്ചെടുക്കാം. നമ്മൾ 1.5 ഇഞ്ചിൽ തയ്യൽത്തുമ്പിട്ടിരിക്കുന്നത്, അതിൽ 1 ഇഞ്ച് 1/2 ഇഞ്ച് നമ്മൾ മുകളിൽ സ്ലീവ് ജോയിൻ ചെയ്തെടുത്ത് പോകും. ഇവിടെ 1 ഇഞ്ച് ഉണ്ട്. ആ 1 ഇഞ്ച് 1/4 ഇഞ്ച് വെച്ചിട്ട് നമുക്കൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. 1/4 ഇഞ്ച് അകത്തേക്ക് ഒന്ന് മടക്കുക, വീണ്ടും 1/4 ഇഞ്ച് ഒന്നും കൂടെ മടക്കിയെടുക്കുക. ഇതേപോലെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതേപോലെ 1/2 ഇഞ്ച് വീതിയിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സൈഡൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. 1.5 ഇഞ്ചാണല്ലോ നമ്മൾ തയ്യൽ തുമ്പിട്ടിരിക്കുന്നത്. 1.5 ഇഞ്ച് രണ്ട് സൈഡിലും വരുന്ന രീതിയിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേപോലെ കറക്റ്റ് ചേർത്ത് വെച്ചിട്ട് 1.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. ഇതേപോലെ സ്ട്രൈറ്റ് ആയിട്ട് മുകളിലേക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ പഫ് സ്ലീവിൻ്റെ സ്റ്റിച്ചിങ്ങും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കൂട്ടുകാരെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യാൻ മറന്നുപോയി, ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഒക്കെ നിങ്ങളൊന്ന് കമൻ്റായിട്ട് അറിയിക്കുക. വീണ്ടും ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ നമ്മൾ തിരിച്ചിട്ട് കഴിയുമ്പോൾ ഇതുണ്ട്, നല്ല അടിപൊളിയായിട്ടൊരു പഫ് സ്ലീവ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന അടുത്തൊരു നല്ലൊരു വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ തന്നെ എത്തുന്നതാണ് കേട്ടോ. വീണ്ടും കാണാം. താങ്ക് യു.